സമൃദ്ധ എത്ര സ്നേഹമുള്ളവളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ സ്നേഹം ഞാൻ അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടുള്ളതാണല്ലോ. ഞാനൊന്നും മറക്കില്ല. നഷ്ടപ്പെട്ട ഓർമ്മകള് എനിക്കിനി ഒരിക്കലും തിരിച്ചു കിട്ടില്ലേ? താനിങ്ങനെ സങ്കടപ്പെടല്ലേ, നമുക്ക് നോക്കാം. പഴയ സമൃദ്ധ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു, എല്ലാം എനിക്കറിയണം ഗൂഗിൾ. ഗൂഗിളിനോടല്ലാതെ വേറെ ആരോടും എനിക്കിതൊന്നും പറയാനില്ല. ഗൂഗിളിന് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റൂ. സമൃദ്ധ ആരായിരുന്നു എന്ന് എനിക്കും അറിഞ്ഞേ തീരും. എല്ലാം അറിഞ്ഞുകൊണ്ട് ഈ ഗോകുലിനെ തന്നെ ഭർത്താവായി വേണമെന്ന് അവൾ തീരുമാനിക്കുന്ന ദിവസം, ആ പഴയ ഓർമ്മകളോട് തന്നെ അവൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ദിവസം, അന്ന് മാത്രമേ ഞാൻ അവളെ സ്വന്തമാക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ഞാൻ കെട്ടുന്ന താലിക്ക് ഒരർത്ഥമുണ്ടാവും. മാഡം ധൈര്യമായിട്ടിരിക്കെ. അത്ര പെട്ടെന്നൊന്നും അവർക്ക് തമ്മിൽ ഒന്നിക്കാൻ കഴിയില്ല. പഴയ ഭർത്താവിനെയും ബന്ധുക്കളെയും തിരിച്ചറിയണമെങ്കിൽ പോലും അവർക്ക് ഓർമ്മ തിരിച്ചിട്ടിയല്ലേ പറ്റൂ. അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നതിനേക്കാളും നമ്മൾ പേടിക്കേണ്ടത് രാജീവിനെയാ. കാരണം അയാൾക്കെല്ലാം അറിയാം. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അയാൾ അവളോട് ഇതെല്ലാം പറയാൻ തീരുമാനിച്ച അവിടെ നിന്ന് അർച്ചന ഓർമ്മയിലേക്ക് തിരിച്ചു പോവും. അതോടെ നമ്മൾ പ്ലാൻ ചെയ്തെല്ലാം തവിട് പൊടിയാവും. അവന്തേ, ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന കുറവുണ്ടോ? ആ, അങ്ങനെ കുറവുണ്ടെന്നൊന്നും പറയാറായിട്ടില്ല. അല്ല, എന്താ കവറൊക്കെ ആയിട്ട്? കുറച്ച് ഫ്രൂട്ട്സാ. സമൃദ്ധ ഒന്നും വന്നെങ്കിലെന്ന് ഞാൻ ഇപ്പം മൂർത്തിയോട് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ തമ്മിൽ എവിടെയോ എന്തോ ഒരു മുജ്ജന്മ ബന്ധമുണ്ട്. അല്ലെങ്കിൽ പിന്നെ മനസ്സിൽ ആലോചിച്ച സമയത്ത് തന്നെ ഞാൻ എത്തില്ലല്ലോ. അല്ലടി, നമ്മൾ തമ്മിലുള്ള ബന്ധം മുജ്ജന്മത്തിലല്ല, ഈ ജന്മത്തിൽ തന്നെയാ. നിന്റെ തലയിലെ ഡിലീറ്റ് ബട്ടൺ അടിച്ച് മൊത്തം ഓർമ്മയും കാശിക്ക് പോയതുകൊണ്ട് നീ അതറിയുന്നില്ലെന്നേ ഉള്ളൂ. എന്താ ആലോചിക്കുന്നത്? ആ അല്ല, എത്ര സ്നേഹത്തോടെയാ നീ എന്നോട് പെരുമാറുന്നതെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഗോകുലിന്റെ അമ്മ എപ്പോഴും എന്നെ കളിയാക്കി പറയുന്നൊരു കാര്യമുണ്ട്. എന്താ അത്? ശത്രുക്കൾക്ക് പോലും പിറന്നാൾ സദ്യ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാ ഞാനെന്ന്. അത് ഗോകുലിന്റെ അമ്മയ്ക്ക് നിന്നെ ശരിക്കറിയാത്തതുകൊണ്ടാ. സമൃദ്ധ എത്ര സ്നേഹമുള്ളവളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആ സ്നേഹം ഞാൻ അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടുള്ളതാണല്ലോ. ഞാനൊന്നും മറക്കില്ല. അല്ല, എനിക്കും മോൾക്കും വേണ്ടി സമൃദ്ധ ഒരുപാട് മുമ്പും കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ദാ ഇപ്പോഴും ഓടി വന്നില്ലേ? ക്ഷേത്രത്തിലെ ചടങ്ങ് മുടങ്ങിയതിലേ ഉള്ളൂ എനിക്ക് സങ്കടം. സാരമില്ല, എന്റെ കൈ ഒന്ന് ശരിയായിട്ട് നമുക്കൊന്നുകൂടി പോവാം. താലിമാല തെറിച്ചു വീണതേ ദേവിയുടെ കാൽക്കലിലേക്കാ. അതിൽ കൂടുതൽ പുണ്യം ഇനി കിട്ടാനില്ലല്ലോ. ഈ താലിച്ചരടിന്റെ ബന്ധം അതെന്നും എന്നും തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആ, ജെനി എവിടെ? അടുക്കളയിലുണ്ട്. ആ, എന്നാ ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ഇന്നത്തെ ലഞ്ചിന് ജെനിയുടെ മെനു എന്താന്ന് നോക്കട്ടെ. ഞാനും സഹായിക്കാം.
ഗോകുൽ സാറാണല്ലോ അത്. സാറേ, എന്തൊരു സാറേ? എന്തു പറ്റിയെന്നറിയില്ല. ഇവിടെ വന്നപ്പോൾ വണ്ടി ഓഫായി പോയി. സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഞാൻ നോക്കിയിട്ടും അങ്ങോട്ട് സ്റ്റാർട്ട് ആവുന്നില്ല. ഓ, കോടതിയിലെത്താൻ സമയമായി. ആ, ചിലപ്പം ബാറ്ററി വീക്കായതായിരിക്കും. പുതിയൊരു ബാറ്ററി വെച്ചിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഓടി വന്നപ്പോൾ ചെറിയൊരു മിസ്സിംഗ് ഉണ്ടായിരുന്നു. എന്നാ പിന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വന്ന് നോക്കേണ്ടി വരും. രാവിലെ കോടതി കേസുള്ളതാ. ലേറ്റ് ആയത് പ്രശ്നമാവുമല്ലോ. ആ, അത് സാരമില്ല. സാറിനെ ഞാൻ കോടതിയിൽ എത്തിക്കാം. സാർ വാ, എന്റെ വണ്ടി പോവാം. ആ, അല്ല അബി, ഈ വണ്ടിയോ? ആ, ഇത് ശരിയാക്കി കോടതിയിൽ എത്തിക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തോളാം. സാർ ബാഗ് എടുത്ത് എന്റെ വണ്ടി വന്ന് കയറിക്കോ. ആ, സാർ പിന്നെ വണ്ടിയുടെ താക്കോല് വണ്ടി തന്നെ വെച്ചിരുന്നാൽ മതി. ആ, ശരി. ആ, ഹലോ ബിജുക്കുട്ടാ. ആ, നീ ഇവിടെ? ആ, ആണോ? ആ, എടാ, എനിക്ക് നിന്റെ ഒരു സഹായം ആവശ്യമുണ്ട്. ആ, ശരി. ആ ആ സാറേ, കാര്യങ്ങളൊക്കെ ഞാൻ ബിജുക്കുട്ടനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ, ഭാഗ്യത്തിനെ വിളിച്ചപ്പോ അവൻ ഇവിടെ അടുത്തൊരു വർക്ക്ഷോപ്പിലുണ്ട്. അവനൊരു മെക്കാനിക്കിനും കൊണ്ട് ഇപ്പൊ ഇവിടെ എത്തും. അവൻ ഈ വണ്ടി ശരിയാക്കി കോടതിയിലെത്തിക്കും. ഓ, വലിയ ഉപകാരം. ആ, എന്നാ പിന്നെ നമുക്ക് പോയാലോ? ബാഗ് എടുത്തില്ലേ? ആ, പോ. സച്ചിയെ കണ്ട എന്തായാലും നന്നായി. ഇല്ലെങ്കിൽ എൻ്റെ കേസിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ കുളമായേനെ. ഈ റോഡിൽ എപ്പോഴും ഓട്ടോ ടാക്സി ഒക്കെ കിട്ടും. എന്തുപറ്റി? സാറിന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ. എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ സച്ചിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? സാധാരണ സാറിനെ കാണുമ്പോൾ ഒരുപാട് എനർജി ഉള്ള ആളാ സാറ്. പക്ഷേ ഇന്ന് കണ്ടപ്പോ എന്തോ ഒരു വിഷമം മനസ്സിലുള്ളതുപോലെ തോന്നി. മനസ്സിലുള്ളത് മുഖത്ത് പ്രതിഫലിക്കുമെന്ന് പറയുന്നത് അപ്പം ശരിയാ. സാറിനെന്താ അത്രയ്ക്ക് വിഷമം? എടോ, താനിപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തിനെ പോലെയാ. അതുകൊണ്ട് തന്നോട് പറയുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. എൻ്റെ വൈഫിൻ്റെ കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നം.